ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷെയ്ക്കാണ്. ആ ഷെയ്ക്കിന് വേണ്ട ചില ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറയാം. ഇത് മെയിനായിട്ട് വേണ്ടത് നമ്മളെ തേങ്ങയാണ് കേട്ടോ. തേങ്ങ എന്ന് പറഞ്ഞത് ഇത് നല്ല മൂത്ത തേങ്ങയല്ല, ഒരു ചള്ള് തേങ്ങയാണ്. അപ്പോൾ പിന്നെ വേണ്ടത് കുറച്ച് ബദാം പൗഡർ വേണം, പിന്നെ കാഷ്യൂ വേണം. ബദാം പൗഡർ ഇല്ലെങ്കിൽ ബദാം നമുക്കെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച അവിയൽ, അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്ത അവിലാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി, വറക്കാത്തതാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു സാധനം പാലാണ്. പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് 1/2 ലിറ്റർ പാലുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ചിരട്ടയിൽ നിന്ന് പുളിയെടുത്ത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ജാറിലോട്ട് മുറിച്ചിടാം. അതിനകത്ത് പഴം ആഡ് ചെയ്യാം. ഞാൻ 4 പഴം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ തേങ്ങയുടെ വെള്ളവും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു 5 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര 5 സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ബദാം പൗഡർ, ഇതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ബദാം പൗഡറാണ് ചേർത്തത്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച കാഷ്യൂ, ആ കാഷ്യൂം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് തിളപ്പിച്ച് വെച്ച പാൽ ഇതിലൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 2-3 ഡേറ്റ്സും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. ഡേറ്റ്സ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പിച്ചെടുത്താലേ ഇതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കി എടുക്കുകയൊന്നും വേണ്ട, ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ച ശേഷം ഞാനിത് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സിൽ ഫസ്റ്റ് അവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റി ഹെൽത്തിയാണിത് ഈ ഷേക്ക്. കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും അല്ലേ, അതിന് പകരം വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഈ സാധനങ്ങൾ വെച്ച് വീട്ടിൽ തന്നെ നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.